ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് ദിസ് വ്ലോഗ്. ഇന്നലത്തെ ഡ്രസ്സിലായിരിക്കും കേട്ടോ നിങ്ങൾ ഇന്ന് കാണുന്നത്. ഷോള് മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് നമ്മുടെ ഹോട്ടൽ മൈലാഞ്ചിയുടെ ഉദ്ഘാടനം. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എന്നാലും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് ഇറങ്ങിയേക്കുവാണ് ഗൈസ്. പൊന്നു അല്ലല്ലോ, ഹന്നും റയും ഇവിടെ ഇല്ല. ഇന്നലെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇനി അവരെ പോയി വിളിക്കണം. അവർക്കുള്ള റെഡ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകാം. നടരാജനെ പറ്റുള്ളൂ കേട്ടോ, ഇവിടെ ആരുമില്ല. നടരാജനെ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയണം ഗൈസ്, കൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, കംപ്ലൈൻ്റ് ആണ് ഗൈസ്. അപ്പോൾ നടന്നേ പോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് നടന്ന് പോകാം. എനിക്ക് വീട്ടിൽ പോകണം, ഈ ഡ്രസ്സ് കൊടുക്കണം, 1-2 സാധനം വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കാനുണ്ട്, എന്നിട്ടാണ് പോകാൻ പറ്റുക. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഓട്ടോ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസം കൂടിയിട്ട് ഒന്ന് തലയൊക്കെ കുളിച്ച്, അതാണ് മുടി വിടുത്തിട്ടേക്കുന്നത് കേട്ടോ. ഒന്ന് പനിയല്ലായിരുന്നോ, അങ്ങനെ ഇറങ്ങിയേക്കാണേ. അപ്പോൾ നമുക്ക് പോവാം. ഞാൻ ചെല്ലുമ്പോൾ മിക്കവാറും അവിടെ എല്ലാം കഴിയുമായിരിക്കും. 10 മണിക്കാണ്, ഇപ്പോൾ 9:30 കഴിഞ്ഞു. ഓട്ടോ കിട്ടണം എങ്കിലാണല്ലോ നമുക്ക് പോകാൻ പറ്റുക. ഇന്നലത്തെ ആ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈറ്റ് ടോപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു റെഡ് ഷോളും കൂടി ഇട്ടുവെന്നേ ഉള്ളൂ. സംഭവം സെറ്റ്. ഇന്ന് നമ്മൾ പൊളിക്കും ഗൈസ് എന്നെനിക്ക് തോന്നുന്നു. വൈകിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, സംഗീത്. നല്ല ഹൽദിക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അത് എനിക്കിന്ന് സംഗീത് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നോക്കാം, പൊന്നു വിളിക്കുന്നിടത്ത് നോക്കട്ടെ. ആട്ടോ കിട്ടിയില്ല ഗൈസ്, നടത്താം. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ, ഫുഡ് കഴിച്ചില്ല. അപ്പം നമുക്ക് നടക്കാം. അത്യാവശ്യത്തിന് ഒരു ഓട്ടോ പോലും വരില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഓട്ടോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫോണിങ്ങനെ ലാക്കിയത് വരുന്നുണ്ട്, നോക്കാം. കുറേ നേരമായി നടക്കുന്നു ഗൈസ്, ഓട്ടോ കിട്ടിയില്ല. ഇന്ന് ഓട്ടോ കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. അയ്യോ, നടക്കാണ്ട് എന്ത് ചെയ്യാനാ. കിട്ടിയ ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിൽ പോയി പിള്ളേർ റെഡിയാക്കി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഈ പെട്ടെന്നെന്ന് പറഞ്ഞാൽ മണി 10:30 കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ അവിടെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ ചെന്നപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആദ്യം വരുന്ന 100 പേർക്ക് കേക്ക് വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇക്ക നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോക്കണും കാര്യങ്ങളൊക്കെ കടയിലുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് കേക്കൊക്കെ മേടിച്ചു. കുറേ നേരം ഇവിടെ നിന്നു. കാരണം നമ്മുടെ ഫാമിലീസിലെ ഒട്ടുമിക്ക ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ കുറേ സമയം അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്തു എന്ന് പറയാം കേട്ടോ. പിന്നെ കടയൊക്കെ ചുറ്റി നടന്ന് കാണലും പരിപാടികളും ഒക്കെ ആയിരുന്നു. ഇവർ 2 പേരുമാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം, അത്ര തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുമക്കളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം ഇനി എനിക്ക് വൈകിട്ടൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതിന് പോകാനുള്ള തിരക്കുമൊക്കെയാണ്. ഇതാണ് നമ്മുടെ കട ഓണർ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മൈലാഞ്ചി. ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, തിരക്കൊക്കെ ആയതുകൊണ്ട്. പിന്നെ മുകളിലും ഒക്കെ സെറ്റ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വൈകിട്ട് നമ്മൾ നേരെ പോവാണ് അടുത്ത ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കാറിൽ വെച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരെ നമ്മൾ കടയ്ക്കൽ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. കുണ്ടറ വെച്ചായിരുന്നു കേട്ടോ കല്യാണം. അവിടെ ചെന്നപ്പോൾ അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ എല്ലാം കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഒന്നും ഞാൻ ഇടാതിരുന്നത്. അവിടെ അടിപൊളി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ലേറ്റായിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. ഏതാണ്ട് 12:30 മണിയൊക്കെ ആയി കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കളിച്ച് എന്താ പറയുക, ഫുള്ളി റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ട് പോയിട്ട് വരാമെന്ന് പറയില്ലേ, അങ്ങനൊരു സംഭവമായിരുന്നു. 12:30 ഏതാണ്ട് 1 മണിയാവാറായി വീടെത്തിയപ്പോൾ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷം. ഇന്നത്തെ ഒരു ഫുൾ ഡേ അങ്ങനെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം.